കേട്ടഡ് കാറ്റഗറി 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ലിംഗനിഷ്പക്ഷത, ലിംഗസമത്വം, ലിംഗപക്ഷപാതം, ലിംഗവ്യക്തിത്വം. അതായത് 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നു, പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ലിംഗപക്ഷപാതമാണ് കറക്റ്റ് ആൻസർ. ലിംഗപക്ഷപാതം, ജെൻഡർ ബയാസ്. ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യ ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏതു വികാസ തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. വികാസം പ്രവചനീയമാണ്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം ഗതി നിയമം പാലിക്കുന്നു. വികാസം അനസ്യൂതമാണ്. എന്താണ് ആൻസർ? വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. കാരണം ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യത്തെയും മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു എന്നതാണ്. അപ്പോൾ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത്. കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം. തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. തെറ്റുകൾ വരുത്തുന്നത് അസാധാരണ പ്രവൃത്തിയാണ്. അപ്പൊ ശരി ഏതാണ് ഇതില്? തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ് എന്നത് മാത്രമാണ് ഇതിൽ ശരി. ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ്. ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ ഇത് എന്തിന്റെ ഉദാഹരണമാണ്? മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, സ്രോതസ് സവിശേഷകം, ദ്വിതീയ സവിശേഷകം. എന്താണ് കറക്റ്റ് ആൻസർ? മുഖ്യ സവിശേഷകമാണ്. ഒരു വ്യക്തിയെ പ്രധാനമായും വേറിട്ട് നിൽപ്പിക്കുന്ന ഗുണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചാക്രിക പാഠ്യപദ്ധതി നിർദ്ദേശിച്ചത് ആരാണ്? എന്താണ് ചാക്രിക പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാല് ഒരു വിഷയത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ആദ്യം ലളിതമായി പഠിപ്പിക്കുക, പിന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ അതേ ആശയം കൂടുതൽ വിശദമായി കൂടുതൽ സങ്കീർണമായി പഠിപ്പിക്കുക. ഇതാണ് ചാക്രിക പാഠ്യപദ്ധതി. ഈ ചാക്രിക പാഠ്യപദ്ധതി നിർദ്ദേശിച്ചത് ആരാണ്? ജെറോം ബ്രൂണർ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയ: അവബോധം, വികാരം, വിധിന്യായം, അഭിപ്രേരണ. അവബോധം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് നേടുന്ന പ്രക്രിയ. വിധിന്യായം വിലയിരുത്തലും തീരുമാനവും. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയ വികാരമാണ്. മനുഷ്യന്റെ പെരുമാറ്റത്തെ പ്രചോദിപ്പിക്കുകയും ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മനോപ്രവർത്തനമാണ് വികാരം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടിയിലെ മൗലികതയെ പ്രോത്സാഹിപ്പിക്കുക. നിശ്ചിതമായതും കർക്കശമായതുമായ പ്രവൃത്തി സമ്പ്രദായങ്ങൾ നൽകുക. സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകുക. ഇവയിൽ ഏതൊക്കെയാണ് കുട്ടികളിലെ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത്? മേലെ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ് കുട്ടികളിലെ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത്? 1, 2, 3, 4, 3 മാത്രം, 4 മാത്രം. ഏതാണ് കറക്റ്റ് ആൻസർ? 1, 2 എന്നതാണ് കറക്റ്റ് ആൻസർ. അതായത് എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. കുട്ടിയിലെ മൗലികതയെ പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ഒറിജിനാലിറ്റി ഓഫ് ദ ചൈൽഡ്. ഇതാണ്
കുട്ടികളിലെ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാതറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കൾ ഒരേ ഒരു വികാരം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. താഴെ പറയുന്നവയിൽ ഏതാണത്? ഭയം, ക്രോധം, വെറുപ്പ്, വിക്ഷോഭം. എന്താണ് കറക്റ്റ് ആൻസർ? വിക്ഷോഭമാണ് കറക്റ്റ് ആൻസർ. നവജാത ശിശുക്കൾ പ്രകടിപ്പിക്കുന്നത് വിക്ഷോഭം. താഴെ പറയുന്നവയിൽ പഠനത്തിന്റെ സവിശേഷത അല്ലാത്തത് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ പഠനത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പഠനത്തിൽ വർധന വ്യതിയാനങ്ങൾ ഉൾപ്പെടുന്നു. പഠനത്തിൽ വർധന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ആണ്. പഠനത്തിൽ വർധന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിപക്വനത്തിന്റെയും വികാസത്തിന്റെയും ഫലമായാണ്. പഠനത്തിൽ സംഭവിക്കുന്ന വർധന വ്യതിയാനങ്ങൾ താരതമ്യേന സ്ഥിരമാണ്. ഏതാണ് കറക്റ്റ്? പഠനത്തിൽ വർധന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിപക്വനത്തിന്റെയും വികാസത്തിന്റെയും ഫലമായി ആണ് എന്നതാണ് പഠനത്തിന്റെ സവിശേഷത അല്ലാത്തത്. ഇൻ ലേണിംഗ് ബിഹേവിയറൽ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് മെച്യൂരിറ്റി ആൻഡ് ഗ്രോത്ത്. ഇത് പഠനത്തിന്റെ സവിശേഷത അല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിന് ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുൻപിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിലെ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേകതയെ വിളിക്കുന്നത് സ്വയം കേന്ദ്രീകൃത മനോഭാവം, സെൻട്രേഷൻ, തിരിച്ചു ചിന്തിക്കുക, അനിമിസം. സ്വയം കേന്ദ്രീകൃത മനോഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം കാഴ്ചപ്പാട് മാത്രം ശരിയാണെന്ന് കരുതുക. തിരിച്ചു ചിന്തിക്കുക, പ്രവർത്തനങ്ങളെ മറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? സെൻട്രേഷൻ ആണ്. ഇവിടെ കുട്ടി ഒരേ ഒരു പ്രത്യേകത മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. EVSുമായിട്ടും ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുമായിട്ടും എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വീഡിയോ കിട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.